ഹായ് ഹലോ അസ്സലാമു അലൈക്കും. അപ്പോൾ നമ്മൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ലൈക്ക് ചെയ്യണേ. അപ്പോൾ രാവിലെ തന്നെ കുളിച്ച് കുറിയും തൊട്ടി എവിടേക്കാ പോകണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എപ്പോൾ ഇൻസ്റ്റഗ്രാം തുറന്നാലും വൺ ദിർഹം എന്ന് കേട്ടിട്ടുണ്ടാവും. നിങ്ങളും കേട്ടിട്ടുണ്ടാവും. അപ്പോൾ നമ്മളെ ഫുജറയിലും വന്ന് വൺ ദിർഹം. അപ്പോൾ അതാ ഞങ്ങൾ എത്തി, വാവ്, വൺ ദിർഹം. അപ്പോൾ അതാ നമ്മളിവിടെ ഷോപ്പിലെത്തിയിട്ടുണ്ട്. രാവിലെ തന്നെയാണ് ഞങ്ങൾ വന്നിട്ടുള്ളത്. അപ്പോൾ ഞങ്ങളിത് ഷോപ്പിലെത്തിയേക്ക് പറഞ്ഞ പോലെ തന്നെ ഒരുപാട് ഐറ്റംസിന് വൺ ദിർഹത്തിൻ്റെ ഒരുപാട് ഐറ്റംസ് ഉണ്ട്. എന്നാൽ വൺ ദിർഹംസിൻ്റെ മാത്രമൊന്നുമില്ല കേട്ടോ, 2 ദിർഹം 20 ദിർഹം ഒക്കെ ഉണ്ട് കേട്ടോ. ഒരുപാട് ഐറ്റംസ് ഉണ്ട്. അത്യാവശ്യം ക്വാളിറ്റിയുള്ള ഐറ്റംസൊക്കെ നോക്കുകയാണെങ്കിൽ വൺ ദിർഹത്തിൻ്റെ ഒന്നും ഇല്ല കേട്ടോ. അങ്ങനെ ചെറിയ ചെറിയ ഐറ്റംസൊക്കെ എടുക്കുകയാണെങ്കിൽ ഉണ്ട്. ആ ടോയ്സൊക്കെ ഒരുപാടുണ്ട്. പക്ഷേ വൺ ദിർഹത്തിന് ചെറിയ ചെറിയ ന്യൂ ബോൺ ബേബിയുടെ കിളിക്കട്ടക്കായ അങ്ങനത്തെ ടോയ്സും ചെറിയ ചെറിയ ഐറ്റംസും ഉള്ളൂ കേട്ടോ. അച്ചുവിനെ പറ്റി ടോയ്സൊക്കെ നോക്കുമ്പോൾ അച്ചു അത്യാവശ്യം റേറ്റിൻ്റെ ടോയ്സൊക്കെയാണ് കാണിച്ചു തന്നത്. പിന്നെ ഇതാ ഒരുപാട് മേക്കപ്പ് ഐറ്റംസും നമ്മളെ ഹെയർ ബാൻഡ്, ഹെയർ ക്ലിപ്പ് അങ്ങനത്തെ ഒക്കെ ഉണ്ട്. പിന്നെ ഇതാ വൺ ദിർഹംസിന് ഡെറ്റോൾ, ഹാൻഡ് വാഷ്, ലിക്വിഡ് അതൊക്കെ സൂപ്പറായിട്ട് വൺ ദിർഹമുള്ള. പിന്നെ ഒരുപാട് പെർഫ്യൂംസ് ഉണ്ടായിരുന്നു വൺ ദിർഹത്തിന്. അങ്ങനെ ഒരുപാട് ഐറ്റംസ് ഉണ്ട്. ലഞ്ച് ബോക്സ്, പെൻസില് അങ്ങനത്തെ ഒരുപാട് ഐറ്റംസ് ഇല്ല എന്നുണ്ടായിരുന്നു. അങ്ങനെ ദാച്ച് എന്ത് കിട്ടണമെന്ന് അറിയാതെ എന്നാൽ ഞാൻ വിചാരിച്ചതൊന്നും ഇല്ലല്ലോ എന്നുള്ള രീതിയിലാണ് ഈ തലയും ചൊറിഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും വെറുതെ പര നടക്കുന്നത്. പ്രത്യേകിച്ചൊന്നും എടുത്തിട്ടില്ല. എന്നാൽ അതങ്ങനെ നടന്നുകൊണ്ടിരിക്കട്ടെ. അയിമൻ ഒറ്റടിക്കന്നെ പറഞ്ഞു ഇക്കൊന്നും വേണ്ട അമ്മച്ചിയായിരുന്നു. പിന്നെ ഞാനിപ്പോൾ പോയതല്ലേ, ആച്ചു എന്തൊക്കെയാണ് എടുത്ത് കഴിഞ്ഞപ്പോൾ വീട്ടിലെത്തിയാൽ എനിക്കൊരു സങ്കടം വേണ്ടാന്ന് വിചാരിച്ചിട്ട് ഞാനും എനിക്കൊരു കളറിംഗ് ബുക്ക് വാങ്ങിച്ചിരുന്നു. അതിന് നന്നായി ചിത്രം വരക്കും. അപ്പോൾ കളറിംഗ് ബുക്കിനൊക്കെ അത്യാവശ്യം 8 ദിർഹംസൊക്കെ ആയിട്ടുള്ളൂ. അപ്പോൾ ഞാനെന്നാൽ അവനക്കൊരു കളറിംഗ് ബുക്ക് എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് ആച്ചി എന്തൊക്കെ കുറച്ചൊക്കെ വാരി കാട്ടൊക്കെ വലുതാക്കിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ അതാ ഞങ്ങൾ വാങ്ങിച്ച സാധനങ്ങളൊക്കെ എടുത്ത് ബില്ലാക്കി ഞങ്ങളിതാ അവിടെ നിന്ന് ഇറങ്ങാട്ടോ. അങ്ങനെ ആച്ചുവിനൊരു നിരാശ ചെറിയ രീതിയിലുണ്ട്. എന്താണെന്ന് വെച്ചാൽ ആച്ചു പറയുന്നതിനൊക്കെ നല്ല റേറ്റ് ഉണ്ട്. അപ്പോൾ അതൊന്നും എടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞിരുന്നു. വൺ ദിർഹത്തിൻ്റെ ആണെങ്കിൽ 2-3 ഐറ്റംസ് ഒക്കെ എടുക്കുക, അല്ലാതെ ഒന്നും എടുക്കാൻ പറ്റില്ല എന്ന് ഇവിടുന്ന് പോകുമ്പോൾ തന്നെ പറഞ്ഞിരുന്നു. അപ്പോൾ കുറച്ചൊക്കെ സാധനം വാങ്ങി ഞങ്ങളിത് അവിടുന്ന് രാവിലെ തന്നെ തിരിച്ചു പോന്നിട്ടുണ്ട് കേട്ടോ. അച്ചുവിന് വലിയ മൂടൊന്നും ഇല്ല, പോയ പോലത്തെ ഉഷാറൊന്നും ഇല്ല കേട്ടോ. അച്ചുവിന് തിരിച്ചു വരുമ്പോൾ അയ്മന് ഹാപ്പിയാണ്. കാരണം അവനൊന്നും വേണ്ടാന്ന് പറഞ്ഞിട്ടായാലും ഞാൻ അവനക്കൊരു പുസ്തകമൊക്കെ എടുത്തിട്ടില്ല. ഞങ്ങൾ അവിടുന്ന് തിരിച്ചു പോകുന്ന വീട്ടിലെത്തിയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ ഈ കുഞ്ഞു വ്ളോഗ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. വീട്ടിലെത്തിയതാൽ 2 പേരും ഇതൊക്കെ കെട്ടയച്ചിട്ട് അവരിതൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും വെക്കുകയാണ്. അച്ഛൻ്റെ മുഖം കണ്ടാലും അറിയാം, പറഞ്ഞ് ചെറുപ്പിച്ച പോലെയാണ്, നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. അപ്പോൾ ഇതാ പുതിയൊരു വീഡിയോ ആയിട്ട് വരും വരെ ബൈ ബൈ.